ഞാനൊരു കാര്യം പറഞ്ഞാൽ ഒന്നും തോന്നരുത്. ഈ വണ്ടി കണ്ടാൽ തന്നെ ആൾ അറ്റാക്കൊന്നും ചാവും. ഇതെന്തോ സാധനം, ഇത് എങ്ങനെ ആൾ കയറുന്നില്ല ആലോചിക്കുന്നു. ഞാനും കുറച്ച് നേരം ആലോചിച്ചു. ഒരുപാട് ആൾക്കാരുടെ ജീവനും സ്വത്തും വണ്ടിയൊക്കെ രക്ഷിച്ച ഒരു ഫയർഫോഴ്സാണ് ഷെവർലേയുടെ എൻ്റെ പുറകെ കിടക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഞാനിപ്പോൾ നിൽക്കുന്നത് നമ്മുടെ ഷാർജ ഇൻ്റർനാഷണൽ എയർപോർട്ടിൻ്റെ തൊട്ടടുത്തുള്ള ഈ കാണുന്ന ഷാർജ ക്ലാസിക് കാർ മ്യൂസിയത്തിൻ്റെ മുന്നിലാണ്. ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് ഒരു ലോഡ്, അതൊരു 100 കണക്കിന് വിൻറ്റേജും ക്ലാസിക്കും കാറുകളുടെ ഒരു ലോകത്തിലേക്ക് ഞാൻ നിങ്ങളെ കൂട്ടിക്കൊണ്ട് പോവുകയാണ്. അപ്പോൾ ഇതിൻ്റെ അകത്ത് കയറുന്നതിന് കുട്ടികൾക്ക് 5 ദറംസും അഡൽറ്റിന് 10 ദറംസുമാണ്. നമ്മളിത് തൊട്ടടുത്ത് ആ കാണുന്നത് അവിടെ ഷാർജ ഇൻ്റർനാഷണൽ എയർപോർട്ടാണ്. ഷാർജ ഇൻ്റർനാഷണൽ എയർപോർട്ടിൻ്റെ തൊട്ടടുത്താണ് ഈ കാണുന്ന ഷാർജ ക്ലാസിക് കാർ മ്യൂസിയം. അപ്പോൾ നമുക്ക് അതിൻ്റെ അകത്തോട്ട് പോകാം. ഇന്നത്തെ വീഡിയോ കംപ്ലീറ്റ് കുറേ വിൻറ്റേജ് കാറും ട്രക്കും ബൈസിക്കിളും ബൈക്കും അതൊക്കെ തന്നെ ആയിരിക്കും. എന്തായാലും കണ്ടറമാച്ചിട്ട് വരും. നമ്മൾ കയറുന്ന എൻട്രൻസ് തന്നെ ഒരു 3 ക്ലാസിക് കാറുകൾ അവിടെ കിടപ്പുണ്ട്. അകത്ത് 100 കണക്കിന് ക്ലാസിക് കാറുകളും വിൻറ്റേജ് കാറുകളും ബൈക്കുകളുമാണ്. എന്തായാലും നമുക്ക് അകത്തോട്ട് പോയിട്ട് കാണാം. അപ്പോൾ ഇവിടെ ഇല്ലാത്ത സംഭവങ്ങളൊന്നുമില്ല. കണ്ണ് തള്ളുന്ന രീതിയിലുള്ള കാറുകളാണ് എൻ്റെ പിറകെ കിടക്കുന്നത്. എൻട്രൻസ് അവിടെ നമ്മൾ ടിക്കറ്റ് എടുത്തു കഴിഞ്ഞാൽ നമ്മൾ ആദ്യം കാണുന്ന കാഴ്ച ലാൻഡ് റോവറിൻ്റെ ഒരു കാറാണ് ഈ കിടക്കുന്നത്. അവിടെ ഒരു ടെൻറ്റ് കെട്ടിയിട്ടുണ്ട്. അവിടെ ഒരു ഡെസേർട്ടിൻ്റെയൊക്കെ ഒരു തീമാണ് അവിടെ സെറ്റ് ചെയ്തേക്കുന്നത്. അത് കഴിഞ്ഞാൽ പിന്നെ നേരെ ഇവിടെ വരുമ്പം ഈ ഭാഗത്ത് കുറേ വണ്ടി കിടപ്പുണ്ട്. ഇവിടെയും കിടപ്പുണ്ട്. ഇത് ഫോർഡിൻ്റെ കാറാണ്. ഫോർഡിൻ്റെ ലോഗോ ഫോർഡ്. അപ്പോൾ നമ്മൾ ടച്ച് ചെയ്യാനൊന്നും പാടില്ല, നമ്മളിതിനപ്പുറം കിടക്കാൻ പാടില്ല. ഒരു ഗ്രീൻ കളർ ഒരു കാറാണ്. ഒരു 2 പേർക്ക് ഇരിക്കാൻ പറ്റുന്ന രീതിയിലുള്ള. പിന്നെ അത് കഴിയുമ്പോൾ അടുത്തൊരു വണ്ടി, ഇത് ഏത് വണ്ടിയാണെന്നുള്ളത് ഇല്ല, പിന്നെ ഹെഡ്ലൈറ്റൊന്നും ഇല്ല കേട്ടോ. ഇങ്ങനൊരു സാധനം കിടപ്പുണ്ട്. ഇത് ഒരു 5 സീറ്ററാണെന്ന് തോന്നുന്നത്. നേരത്തെ കിടക്കുന്നത് ഇതും ഫോർഡിൻ്റെയാണ്. എനിക്ക് തോന്നുന്നു ഈ കിടക്കുന്ന കംപ്ലീറ്റ് ഫോർഡിൻ്റെ കാറുകളാണെന്ന് തോന്നുന്നു. ഈ കിടക്കുന്നത് മൊത്തം കണ്ടാ, ഇതും ഒരു ഫോർഡിൻ്റെയാണ്. അതായത് അവിടെ നിന്ന് ഇങ്ങോട്ടും വരുന്തോറും വണ്ടികളുടെ രൂപം മാറിക്കൊണ്ടിരിക്കുന്നത്. ആ വണ്ടിയൊക്കെയാണ്. അടിപൊളിയല്ലേ. ഇതെൻ്റെ ബാക്ക് സൈഡ്. ഇതിന് നമ്പർ പ്ലേറ്റ് ഉണ്ട്. ഇത് ക്ലാസിക്, ഇത് ഷാർജ രജിസ്റ്റർ ചെയ്തതാണ് തോന്നുന്നത്. അടുത്തൊരു വമ്പ സാധനം നടക്കണം. ഇത് കാഡിലാക്ക് എന്ന് പറയുന്ന കമ്പനിയുടെ ആണല്ലേ. ലോഗോ ഉണ്ടോ. പിന്നെ നമ്മൾ ഈ സൈഡിലോട്ട് വരുമ്പോൾ ഇവിടെ എല്ലാവരുടെയും സ്വപ്നവാഹനമായിട്ടുള്ള റോൾസ് റോയ്സിൻ്റെ ഒരു ക്ലാസിക് കാർ ആണ്, ഒരു വിൻറ്റേജ് കാറാണ് ഈ കാണുന്നത്. അത് ഡീറ്റെയിൽസ് എഴുതി വെച്ചിട്ടുണ്ട്. 1934 വണ്ടിയാണ്. യുണൈറ്റഡ് കിങ്ഡം. അതാണ് റോൾസ് റോയ്സിൻ്റെ ഒരു ക്ലാസിക് കാർ നിങ്ങളുടെ മുമ്പിൽ കിടക്കുന്നു. ഒക്കെ ഉണ്ട് അതിൻ്റെ റോൾസ് റോയ്സിൻ്റെ ലോഗോ. റോൾസ് റോയ്സ് സൈഡ് വശത്തോട്ട് വന്നു കഴിഞ്ഞാൽ ഇതൊരു 2 ഡോർ കാറാണ്. ഇതിൻ്റെ ഹാൻഡിൽ വരുന്നത് ഇവിടെയാണ്. ഇതിൻ്റെ ഹാൻഡിൽ, അതായത് ഡോറ് ഓപ്പോസിറ്റ് സൈഡിലാണ് തുറക്കുന്നത്. ഇങ്ങനെ ഈ ഒരു രീതിയിലാണ് തുറക്കുന്നത്. ഇതിൻ്റെ ഇൻറ്റീരിയർ വരുമ്പോൾ ഇതാണ് എൻ്റെ ഇൻറ്റീരിയർ. എനിക്കൊന്ന് കഷ്ടിച്ച് 4 പേർക്ക് ഇരിക്കാം, അത്രയേ ഉള്ളൂ കേട്ടോ. അത്ര സ്പേഷ്യസ് ആയിട്ടുള്ള ചെറിയൊരു കാറാണ്. ബൂട്ട് വരുന്നത് ഇതാണ്. BYL 946 ആണ് ഇതിൻ്റെ നമ്പർ വരുന്നത്. സ്പെയർ ടയറാണ് ഈ ഇരിക്കുന്നത്. കിടക്കുന്ന ഫിയറ്റിൻ്റെ ഒരു പഴയ മോഡൽ വിൻറ്റേജ് കാറാണ് ഈ കിടക്കുന്നത്. എനിക്ക് തന്നെ ഫ്യൂവൽ നിറയ്ക്കുന്നത് ഇവിടെയാണെന്ന് തോന്നിട്ട്. ഇതിൻ്റെ ഒരു കുഞ്ഞി കാറ് റോൾസ് റോയ്സ് ഫിയറ്റ് മെഴ്സിഡീസ് ബെൻസിൻ്റെ കാറാണ് ഈ കിടക്കുന്നത്. ഫ്യൂവൽ ടാങ്ക് വരുന്നത് ഇവിടെയാണ് കേട്ടോ. അതിൻ്റെതും ഫ്യൂവൽ ടാങ്ക് വരുന്നത്, ആ ബെൻസിൻ്റെയും ഫ്യൂവൽ ടാങ്ക് വരുന്നത് ഈ ഭാഗത്താണ്. പിന്നെ ഇവിടെ വരുമ്പോഴത്തേക്ക് വേറൊരു സിംഗിളായിട്ടുള്ള സീറ്റുള്ള, അത് സിംഗിൾ സീറ്റ് സൈക്കിള് ബൈക്കും അല്ല, സിംഗിൾ സീറ്റുള്ള ഒരു കാറ് കിടക്കുന്നത്. ഇത് ഏത് കമ്പനിയാണെന്ന് അറിയാൻ വയ്യ, പക്ഷേ സിംഗിൾ സീറ്റാണ്. അത് ടയറിൻ്റെയൊക്കെ കനം നോക്കിയാണ്. ഇത്രയുള്ള ടയറൊക്കെ കുഞ്ഞ് ടയറാണ്. ഒരു ലോഗോ ഉണ്ട്, ഒരാളിങ്ങനെ പിറകിലോട്ട് കൈ ഇങ്ങനെ പൊക്കി വെച്ചുകൊണ്ടിരിക്കുന്ന ഒരു ലോഗോ. ഏത് കമ്പനിയാണെന്ന് അറിയില്ല, അറിയാവുന്നവർ കമൻറ്റ് ചെയ്തു. ഇതുണ്ട്. ഇപ്പം ഡോറിൻ്റെ ഹാൻഡിൽ ഇതാണ്. ഇൻറ്റീരിയറായിട്ടൊന്നും പറയാല്ല കേട്ടോ. പക്ഷേ സ്റ്റിയറിങ് പുതിയതാണ് കേട്ടോ. ക്രൂയിസ് കൺട്രോളൊക്കെ ഉള്ള സ്റ്റിയറിംഗ് ആണല്ലോ കൊടുത്തിരിക്കുന്നത്. സ്റ്റിയറിംഗ് ഏതോ പുതിയ വണ്ടിയുടെ, ഏതോ ഷെവർലയുടെ ഏതോ വണ്ടിയാണ്. ആ ഷെവർലയുടെ ലോഗോ ഉള്ള സ്റ്റിയറിംഗ് ആണ്. അത് പുതിയ സ്റ്റിയറിംഗ് ആണ്. ഇത് അതിൻ്റെ പെട്രോൾ ടാങ്ക് ആയിരിക്കാം, ഫ്യൂൽ ടാങ്ക്. കണ്ടേ, ബാക്ക് സൈഡ് കാണുന്നത് ഇതാണ്. ടയറിൻ്റെ റിമ്മൊക്കെ തടിയിലാണ് റിമ്മെല്ലാം ഉണ്ടാക്കിയേക്കുന്നത്. ഇതാണ് അതിൻ്റെ ബമ്പർ.
ഇൻഡിക്കേറ്റർ, ബാക്കിൽ ഇൻഡിക്കേറ്റർ മാത്രമേ ഇപ്പോൾ നിലവിൽ കാണുന്നുള്ളൂ. അതും സൈക്കിളിൻ്റെ ഇൻഡിക്കേറ്റർ, അല്ല സൈക്കിളിനല്ല ബൈക്കിൻ്റെ ഇൻഡിക്കേറ്റർ പോലത്തെ ഒരു സെറ്റപ്പ്. പിന്നെ മീറ്ററൊന്നും കാണാനില്ല കേട്ടോ. ഈ വണ്ടിക്കകത്ത് ഞാൻ നോക്കിയിട്ട് മീറ്റർ അങ്ങനെയുള്ള സംഭവങ്ങൾ അതിൽ കാണാനില്ല. പിന്നെ ഇതിൽ ഏറ്റവും വലിയ പ്രത്യേകത, ഇതിൽ ക്ലച്ചും ബ്രേക്കും ഗിയറൊന്നും കാണുന്നില്ല, ഒൺലി സ്റ്റിയറിങ്. ഇതിന് എന്താണെന്ന് എനിക്ക് മനസ്സിലായില്ല. എൻജിനും ഇല്ല ഗൈസ് ഇതിനകത്ത്. അപ്പോൾ ഇത് ഡമ്മി ആയിരിക്കും, ബാക്കിയുള്ളതിനൊക്കെ എൻജിൻ ഉണ്ടാവുമായിരിക്കും. നമ്മൾ ഈ കാറിൻ്റെ വിശേഷങ്ങൾ ഇങ്ങനെ ഓരോ വണ്ടികളായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നത്തെ ദിവസം തീരില്ല. കാര്യം ഒരു 100-100ഓളം വണ്ടികളുണ്ട് ഇതിനകത്ത്. അപ്പോൾ ഇതെല്ലാം നമ്മൾ ഓരോ വണ്ടിയായിട്ട് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് പാടാണ്. നമുക്ക് ജസ്റ്റ് ഓടിച്ചങ്ങ് പോകാം വണ്ടിയുടെ ഡീറ്റെയിൽസ്. അതാണ് കുറച്ചും കൂടെ നല്ലത്. ഇപ്പം വണ്ടിയുടെ പേരും വണ്ടിയുടെ കമ്പനിയുടെ പേരും ഡീറ്റെയിൽസൊക്കെ പറഞ്ഞെടുക്കുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ ചില വണ്ടിയുടെ പേര് മാത്രമേ കൊടുത്തിട്ടുള്ളൂ. ചില സ്ഥലങ്ങളിൽ ഇവിടെ ഇങ്ങനെ എഴുതി വെച്ചിട്ടുണ്ട്. അതാണ് ഞാൻ നോക്കി വായിക്കുന്നത്. മറ്റ് പല സ്ഥലങ്ങളിലും ഇത് എഴുതി വെച്ചിട്ടില്ല. അപ്പം ഞാൻ ജസ്റ്റ് ഓരോ വണ്ടികളെ കാണിച്ച് ഓടിച്ചങ്ങ് പോവാം. വേറെ ഡീറ്റെയിൽസായിട്ട് പറഞ്ഞു തരാൻ എനിക്കറിയില്ല. നിങ്ങൾക്കും ബോറായിരിക്കും, അത് പിന്നെ എനിക്കും ഒരു ബോറായിരിക്കും. അപ്പോൾ നമുക്ക് രണ്ട് കൂട്ടർക്കും ബോറില്ലാത്ത രീതിയിൽ നമുക്ക് എന്തായാലും സംഭവം പെട്ടെന്ന് അതിൻ്റെ ചെയ്യാം. അടുത്ത വേറൊരു ക്ലാസിക് കാറ്. ഇതൊരു വമ്പം വണ്ടി കേട്ടോ. ഭയങ്കര ഒരു അഗ്രസീവ് ലുക്കാണ്. ഇതിൻ്റെ പേര് ഇതാണ് കേട്ടോ. വായിച്ചെടുക്കാൻ പറ്റുന്നത് വായിച്ചെടുത്തോ. ഇതിൻ്റെ ലോഗോ ഇതാണ്, ഒരാളിൻ്റെ ഫേസാണ്. അതൊരു ക്രിസ്റ്റൽ രൂപത്തിലാണ് ചെയ്തേക്കുന്നത്. അതിൻ്റെ ഇവിടെ ഒരു കിരീടം വെച്ച പോലത്തെ ഒരു ലോഗോ. പിന്നെ 2 ഹെഡ് ലാമ്പ്. പിന്നെ ഇവിടെ ഒരു ലോഗോയും അതിൻ്റെ അകത്തൊരു ലൈറ്റും ഉണ്ട്. ഈ ഒരു ഭാഗത്ത് വലിയൊരു ബമ്പർ, വലിയൊരു ഗ്രില്ല്, ഇൻഡിക്കേറ്റർ ഇവിടെ കാണാം. പിന്നെ അതാ ടയർ ഇതാണ്. പിന്നെ സൈഡിൽ ഇങ്ങനെ കമ്പനിയുടെ പേരും പിന്നെ ഒരു 3 സ്റ്റാറും ഇങ്ങനെ കൊടുത്തിട്ടുണ്ട്. ഇത് 4 ഡോർ കാറാണ്. ഇൻറ്റീരിയർ ഇതാണ് അതിൻ്റെ ഇൻറ്റീരിയർ. എൻ്റെ പുറകുവശത്തേക്ക് വരുമ്പോൾ ഇത് തന്നെ ഈ ഒരു ഭാഗം കണ്ട് ഇവിടെ ഇങ്ങനെ കവർ ചെയ്തിട്ടുണ്ട്. നമ്മുടെ ടയർ കവർ ചെയ്തിട്ടുണ്ട്. പിന്നെ ഈ പുറകിലോട്ട് വരുമ്പോൾ ഇവിടെ ഉണ്ട് കേട്ടോ ഒരു ലോഗോ. ഇവിടെ ലോഗോ ഉണ്ട്. വണ്ടി ഇഷ്ടംപോലെ ലോഗോയാണ് കേട്ടോ. ബാക്കിൽ വരുമ്പോൾ ഒരു ബ്രേക്ക് ലൈറ്റും ഒരു 2 ഇൻഡിക്കേറ്ററും കൊടുത്തിട്ടുണ്ട്. ഒരു വലിയൊരു ബമ്പറും. പിന്നെ ഇതാ ലോഗോയിൽ നിന്ന് ഇങ്ങനെ കയറി മുകളിലോട്ട് പോയിരിക്കുന്നൊരു സിൽവർ കുറേ സിൽവറും ഒരു ക്രോം ഫിനിഷാണ് വണ്ടി. അത് പണ്ടത്തെ ക്ലാസിക് കാറുകളെല്ലാം അങ്ങനെയാണല്ലോ, കുറേ ക്രോം ഫിനിഷാണല്ലോ. കൊള്ളാം, പക്ഷേ രസമുണ്ട്. പിന്നെ അതുപോലെ മെഴ്സിഡീസ് ബെൻസിൻ്റെ 220 SC എന്ന് പറയുന്ന മോഡലാണ് ഈ കിടക്കുന്നത്. അപ്പം ഇതിൻ്റെ ബാക്ക് സൈഡിൽ തന്നെ തുടങ്ങാം. ബാക്ക് വലിയ ഒരു ബൂട്ടാണ് ഈ കാണുന്നത്. അതിൻ്റെ അകത്ത് ബൂട്ട് ലൈറ്റ് 2 ഉണ്ട്. പിന്നെ വലിയൊരു ബമ്പറുണ്ട്. അത് കഴിഞ്ഞ് വരുമ്പോഴത്തേക്ക് പിറകിൽ നിന്ന് ഫ്രണ്ടിലേക്ക് വരുമ്പോഴത്തേക്ക് ഇതാണ് അതിൻ്റെ ഇൻറ്റീരിയർ വരുന്നത്. 4 ഡോറല്ല 2 ഡോറാണ് വണ്ടി. പക്ഷേ 2 ഡോറാണെങ്കിൽ സീറ്റ് മടക്കിയിട്ട് നമുക്ക് പിറകിൽ ഇരിക്കാം. പക്ഷേ ലെഗ് സ്പേസ് ഒന്നുമില്ല കേട്ടോ. ലെഗ് സ്പേസ് ഒന്നും ഇല്ലാത്ത കാറാണ്. പിന്നെ സൈഡ് മിറർ ഇവിടെ ഇരിക്കുന്നു. ഫ്രണ്ട് ലുക്ക് ഇതാണ്. അത് നമ്മളിതുവരെ കണ്ടിട്ടുള്ള മെഴ്സിഡീസ് ബെൻസിൻ്റെ അതേ ക്ലാസിക് ലുക്കിലാണ് ഈ വണ്ടി. ഇതൊരു ക്ലാസിക് കാറാണ്. മെഴ്സിഡീസ് ബെൻസിൻ്റെ ലോഗോ അവിടെ എഴുന്നേറ്റ് തലയുയർത്തി നിൽക്കുന്നുണ്ട് ഗൈസ്. വലിയ ഗ്രില്ല്, 4 ഹെഡ്ലൈറ്റാണ്. അത് ഡിമ്മും ബ്രൈറ്റും ആയിരിക്കാം വരുന്നത്. പിന്നെ 2 ഇൻഡിക്കേറ്ററും. ഞാൻ ഇതുവരെ കണ്ടല്ലോ വെച്ചിട്ട് എനിക്ക് ഒത്തിരി ഒരു അത്ഭുതം തോന്നിയിട്ടുള്ള വണ്ടി ഇതാണ്. ഇതിൻ്റെ ലോഗോ ഇവിടെ ഇങ്ങനെയും കൊടുത്തിട്ടുണ്ട്, ഇതുമുണ്ട്. പിന്നെ ഇതിൻ്റെ ഇൻറ്റീരിയർ എങ്ങനെയാണെന്ന് കാണിച്ചു തരാം ഗൈസ്. ഇതിൻ്റെ ഇൻറ്റീരിയറിനകത്തൊന്നും പറയാനില്ല കേട്ടോ. ഒരു സ്റ്റിയറിങ്ങും ഉണ്ട്, ഒരു മീറ്ററും ഉണ്ട്, വേറെ ഒന്നും കാണാനില്ല. പിന്നെ പക്ഷേ ഇതിൻ്റെ ഏറ്റവും രസം എനിക്ക് ബാക്ക് സൈഡൊക്കെ ഉള്ള ഫ്ലൈറ്റിൻ്റെ ഗ്ലാസ് പോലെ തോന്നുന്നുണ്ട്. അപ്പോൾ ഇതൊരു വിൻറ്റേജ് കാറാണ്. അതിൻ്റെ ടയറൊക്കെ ഉണ്ട് കേട്ടോ. ബമ്പറൊക്കെ കിട്ടില്ല. ഇതിൻ്റെ ഫ്രണ്ട് ഗ്രില്ല് കിട്ടില്ല തന്നെ. പിന്നെ ഈ ഒരു കാറ്, ഇത് ഏത് വണ്ടിയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് മാർക്ക് 4 ബെൻലി. ഇതാണ് കേട്ടോ ബെൻലി. ഇത് ബെൻലി അല്ല. ഇത് ഏത് വണ്ടി? അത് ഷെവർലെ. ഓക്കെ, ഇതാണ് ഷെവർലെ. ഇതാണ് ഷെവർലെ. അതല്ല കേട്ടോ. അത് ഏത് വണ്ടിയാണെന്ന് എനിക്ക് അറിയില്ല. പക്ഷേ ഇത് ഷെവർലെയാണ്. ഷെവർലെ 1950 USA വണ്ടിയാണ് ഈ കിടക്കുന്നത്. ഇത് ഷെവർലെയുടെ ലോഗോ ഉണ്ടോ ഇവിടെ? ഷെവർലെ എന്ന് എഴുതിയിട്ടുണ്ട്. ഒരു ഗ്രില്ല്, അതിങ്ങനെ ഒരു പിന്നെ വേവ്സ് അടിക്കാൻ നടക്കത്തുള്ള ഗ്രില്ലാണ്. 2 ഹെഡ്ലൈറ്റ്, ക്രോം ഫിനിഷ്ഡ് ആയിട്ടുള്ള ഫുള്ള് ക്രോമാണ്. അത് വിൻറ്റേജ് കാറിൻ്റെ എല്ലാത്തിൻ്റെ ഫ്രണ്ട് ഫുള്ള് ക്രോമാണ്. ഇതാണ് ലോഗോ കണ്ട, ഒരു ക്രോം ലൈൻ അങ്ങറ്റം വരെ പോയിട്ടുണ്ട്. നമ്മുടെ ബെൻലിയാണ് ഈ കാണുന്നത്. ഇത് 1994 മാർക്ക് 4 ബെൻലി B30 EY ആണ് ഈ കിടക്കുന്നത്.
ഇത് യുണൈറ്റഡ് കിങ്ഡം UK നിന്ന് കൊണ്ടുവന്നതാണ്. അതിന് 3 ഹെഡ്ലൈറ്റ് കാണാം. ഹെഡ്ലൈറ്റിൻ്റെ ഉള്ളിൽ തന്നെ ബെൻലിയുടെ ലോഗോ കൊടുത്തിട്ടുണ്ട്. 3 ഹെഡ്ലൈറ്റും എന്താ ഇത് ഫോഗ് ലാമ്പാണെന്ന് തോന്നുന്നു. എന്നാണ് അത് മൊത്തത്തിൽ 1 2 3 4 5 ലൈറ്റ്. പിന്നെ ഇവിടെയും ആ സൈഡിലോട്ട് പാർക്ക് ലൈറ്റ് ഉണ്ട്. ഇതിൻ്റെ ഫ്യൂവൽ അടിക്കുന്ന ഇവിടെയാണെന്ന് തോന്നുന്നു. ഫ്യൂൽ ടാങ്ക് അതിൻ്റെ ഗ്യാപ്പ് ഇളകിയിട്ടുണ്ട്. ബെൻലിയുടെ ലോഗോ കാണാം. ഇതൊരു ബെൻലിയുടെ 1949 കാറാണ് ഈ കാണുന്നത്, നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അടുത്തത് ഇതെന്തോന്നിട്ട് ഇത് പല്ല. ഇത് കംപ്ലീറ്റ് ക്രോം കൊണ്ട് നിറച്ചേക്കാണ് കേട്ടോ. ഒരു വലിയൊരു വണ്ടിയാണ്. ഇതൊരു അവിടെ എൻജിൻ്റെ സൈഡിലായിട്ട് എന്താ അവിടെയായിട്ടൊരു ആ ഭാഗത്തായിട്ട് ഒരു 3 വെൻറ്റിലേഷൻ കാണാം. പിന്നെ അതാ ഇത്രയും വലിയൊരു ഗ്രില്ല്. ഇതിൻ്റെ ഫ്രണ്ടിൽ ഫുള്ള് വണ്ടി മൊത്തത്തിൽ നമ്മൾ നോക്കുമ്പോൾ കാണുന്നത് ഗ്രില്ലാണ്. ഇതാണ് വണ്ടിയുടെ സൈഡ് വ്യൂ എന്ന് പറയുന്നത്. നമുക്ക് അങ്ങോട്ട് പോകാൻ പറ്റില്ല കേട്ടോ, ഇവിടെ ഇങ്ങനെ ക്ലോസ് ചെയ്തേക്കാണ്. ഇപ്പോൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് ഷെവർലെയുടെ വണ്ടിയാണ്. ഷെവർലെയുടെ സ്റ്റൈൽ മാസ്റ്റർ എന്ന് പറയുന്ന മോഡലാണ് ഈ കാണുന്നത്. 1946 മോഡലാണ്. കളറ് യെല്ലോ, കംപ്ലീറ്റ് യെല്ലോ ആണ്. മുകളിൽ റൂഫ് വൈറ്റാണ്. അത് ഡ്യുവൽ ടോൺ ആണ് വണ്ടി. അന്നത്തെ ഡ്യുവൽ ടോൺ കാറാണ് ഈ കിടക്കുന്നത്. ഇത് US മെയ്ഡാണ്. ഉള്ളിലേക്ക് കയറിയിരിക്കുന്ന ഒരു ഗ്രില്ലാണ്. ഉള്ളിലേക്ക് കയറിയിരിക്കുന്ന ഒരു V ഷേപ്പ് ഗ്രില്ലും ബമ്പറുണ്ട്. ഇത്രയും ബമ്പർ, അത് വണ്ടിയുടെ ഗ്രില്ല് കഴിഞ്ഞ് ഇത്രയും ഗ്യാപ്പ് ഇട്ടിട്ട് ഒരു വലിയ ബമ്പർ, വലിയ 2 ഹെഡ്ലൈറ്റ്, ഒരു വെൻറ്റിലേഷൻ ഇവിടെ കാണാം. ഇത് ഒരു 4 ഡോർ കാറാണ് ഈ കാണുന്നത്. ഇതിൻ്റെ ഇൻറ്റീരിയർ നമുക്ക് പ്രത്യേകിച്ച് ഇൻറ്റീരിയറായിട്ട് പറയാനൊന്നുമില്ല കേട്ടോ. ഒരു ക്ലോക്കുണ്ട്, അവിടെ ഒരു ചെറിയ ക്ലോക്ക് കാണുന്നുണ്ട്. ഇതിൽ AC ഉണ്ട്, ഒരു മ്യൂസിക് സിസ്റ്റം ഉണ്ട്. പിന്നെ സ്റ്റിയറിങ്, അതിൻ്റെ മീറ്ററും കാണാം വണ്ടിയുടെ. പിറകെ സൈഡ് ഇതാണ്. ബാക്കിൽ എന്തോ ഒരു ചെറിയൊരു സ്റ്റോറേജ് സ്പേസ് അങ്ങനെ എന്തോ കാണാം, ലെഗ് സ്പേസ്. ഇതാണ് ഇൻറ്റീരിയർ. പിന്നെ പിറകിൽ വരുമ്പോഴത്തേക്ക് ഇതാണ് ഇതിൻ്റെ ബാക്ക് സൈഡ്. ലൈറ്റ് കിട്ടില്ല തന്നെ കേട്ടോ. ഇവിടെ മുതൽ തുടങ്ങിയാണ് വണ്ടിയുടെ ലൈറ്റ്, ബാക്ക് ലൈറ്റ് വയ്ക്കണം. ഇത് എവിടെയെങ്കിലൊക്കെ തട്ടിക്കഴിഞ്ഞാൽ അപ്പോഴും പൊട്ടും. പക്ഷേ ഇപ്പോഴും അത് മെയിൻറ്റെയിൻ ചെയ്ത് വെച്ചേക്കുന്നു എന്ന് പറയുമ്പോഴേ അത്ഭുതമാണ് കേട്ടോ. കണ്ട, അപ്പോൾ ആൾക്കാരൊക്കെ വന്നു തുടങ്ങി. നമ്മൾ ആ ഭാഗത്തു നിന്നാണ് തുടങ്ങിയത്. അവിടെ നിന്ന് ഇങ്ങനെ വണ്ടികൾ കണ്ടത് ഇവിടെ എത്തി. ഇവിടെ നിന്ന് ഇപ്പോൾ ഈ ബെൻസിൻ്റെ സൈഡിലെത്തിയിട്ടുണ്ട്. അവിടെ ഇനി കുറച്ച് ക്ലാസിക് കാറുകൾ അവിടെ കിടപ്പുണ്ട്, വിൻറ്റേജ് കാറുകൾ. അത് കാണണം. ഈ സൈഡിലോട്ടുണ്ട് കുറേ വണ്ടികൾ, ഈ സൈഡിലോട്ടുണ്ട് കുറേ വണ്ടികൾ, ആ സൈഡിലോട്ടുണ്ട് കുറേ വണ്ടികൾ. ഇത് ഫുള്ള് നമ്മളിന്ന് കാണണം. വട്ട് പിടിക്കും മിക്കവാറും. വണ്ടികളുടെ ഒരു ലോകത്ത് വന്ന് നിൽക്കുകയാണ് ഞാനിപ്പം. അടുത്ത വേറെ ഒരു ക്ലാസിക് കാർ. ഇതിങ്ങനെ നോക്കുമ്പോൾ നമുക്ക് കണ്ണില്ലാത്ത വണ്ടിയെപ്പോഴും തോന്നും. അതായത് ഇതാണ് അതിൻ്റെ ഹെഡ്ലൈറ്റ് ഇവിടെ കവർ ചെയ്തേക്കാണ്. ഇവിടെ കവർ ചെയ്ത് വെച്ചാണ് ഹെഡ്ലൈറ്റ്. വണ്ടിയുടെ പേര് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇതാണ് കാറിൻ്റെ ലോഗോ. 2 വലിയ ഗ്രില്ലും ഒരു V ഷേപ്പിൽ വരുന്നൊരു ബമ്പറുമാണ്. വണ്ടിയുടെ ഫ്രണ്ട് കണ്ടു കഴിഞ്ഞാൽ V ഷേപ്പാണ് കണ്ട. പിന്നെ സൈഡിലേക്ക് വരുമ്പോഴത്തേക്ക് ഇവിടെ ഒരു ഇൻഡിക്കേറ്ററാണ്, പാർക്ക് ലൈറ്റാണ്, നല്ല ഇവിടെ ലൈറ്റ് കാണുന്നുണ്ട്. പിന്നെ സൈഡിലേക്ക് ഒരു വലിയൊരു ബോണറ്റാണ് കേട്ടോ, ഭയങ്കര വലിയൊരു ബോണറ്റാണ്. പിന്നെ ഇതിൻ്റെ ഒരു പ്രത്യേകത സൺറൂഫ് ഉണ്ട്. ഇവിടെയൊക്കെ ലെതറാണ്, ഈ ഒരു ഭാഗമൊക്കെ ലെതറാണ്. പിന്നെ ഇത് സിംഗിൾ ഡോറ് കാറാണ് ഈ കാണുന്നത്. പക്ഷേ ഇതിൻ്റെ ഈ സൈഡിൽ നിന്ന് നോക്കുമ്പോഴത്തേക്കുള്ള ലുക്ക് ഉണ്ട്. ആകെ കൂടി സിംഗിൾ ഡോറുള്ള വണ്ടിയാണ്. പക്ഷേ അതിൻ്റെ നീളം നോക്കിയാൽ ഇത്രയും നീളമുണ്ട്. തുറക്കാനുള്ള പെർമിഷൻ ഇല്ല കേട്ടോ. ഇതിൻ്റെ ഇൻറ്റീരിയർ ഇതാണ്. ഇത്രത്തോളം ക്ലിയറായിട്ട് കാണാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. ഇതാണ് ഇൻറ്റീരിയർ. AC ഒക്കെ ഉണ്ട്, മ്യൂസിക് സിസ്റ്റം. പിന്നെ എന്താ സൈഡിലാണ് അതിൻ്റെ ഗിയർ വരുന്നത്, സ്റ്റിയറിങ്. ഇൻറ്റീരിയറൊക്കെ ഫുൾ ലെതറാണ് കേട്ടോ. ഡാഷ് ബോർഡൊക്കെ കംപ്ലീറ്റ് ലെതറാണ്. ഒരു ലക്ഷറി പ്രീമിയം കാറാണ് ഈ കിടക്കുന്നത്, പണ്ടത്തെ സൺറൂഫോട് കൂടിയ. ബാക്കിൽ അത്യാവശ്യം ലെഗ് സ്പേസൊക്കെ ഉള്ള സീറ്റാണ്. ഇത് കംപ്ലീറ്റ് ലെതറാണ് കേട്ടോ. ഈ കാണുന്ന ഇതൊക്കെ ഇപ്പോഴത്തെ കാറിലൊക്കെ നമ്മൾ കാണാത്തതാണ്. പെയിൻ്റ് അല്ല, ലെതറാണ്. ഇവിടെ പെയിൻ്റാണ്, ഇത് ലെതർ. ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ട് നിൽക്കുന്ന ഈ വിൻറ്റേജ് കാർ ഏതാണെന്നറിയാമോ? ഇതൊരു റൂഫ് ഓപ്പൺ ടൈപ്പായിട്ടുള്ള വണ്ടിയാണ്. ഇത് സ്കോഡയുടെ കാറാണ്. കണ്ടു കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിലെ ഫിയറ്റിൻ്റെയൊക്കെ ഒരു ചെറിയ ലുക്കുണ്ട്. ഫ്രണ്ടിൽ 2 വലിയ ഹെഡ്ലൈറ്റ്, ഒരു ചെറിയ ബമ്പറിന് 2 അറ്റത്ത് ക്രോമ്. പിന്നെ അത് കഴിഞ്ഞിട്ട് ഇതിൻ്റെ ഇൻറ്റീരിയർ ഇതാണ്, ഒരു ഓപ്പൺ ടൈപ്പാണ്. ഇതാണ് ഇതിൻ്റെ സ്റ്റിയറിങ്, ഒരു കുഞ്ഞ് സ്റ്റിയറിങ്ങാണ്. മീറ്റർ വരുന്നുണ്ട്.
AC ഒന്നും വരുന്നില്ല. ഈ തുറന്നിറക്കുന്ന വണ്ടിക്ക് AC ആവശ്യമില്ല. 2 പേർക്ക് ഇരിക്കാം. വേണമെങ്കിൽ 2 പേർക്ക് കൂടെ 2 കുട്ടിയൊക്കെയോ പിന്നെ 2 ശത്രുക്കളെയോ ബാക്കിൽ പിടിച്ചിരുത്താം. അത്ര ലെഗ് സ്പേസിൽ കാണുന്നുള്ളൂ. എൻ്റെ പിറകു വശം മറ്റേ ഇനി ഇത് കണ്ടിട്ട് ഒരു ഫിയറ്റിൻ്റെയൊക്കെ ഒരു ലുക്കാണ് വരുന്നത്. ഇതാണ് അതിൻ്റെ ലോഗോ പ്ലാസ്റ്റിക്കാണ് കേട്ടോ. പിന്നെ ഈ കാണുന്ന DMC എന്ന് പറയുന്ന കമ്പനിയുടെ ഒരു കാറാണ് ഇത്. ഞാൻ ഇവിടെ വന്നിട്ട് എനിക്കൊരു വ്യത്യസ്തമായിട്ടുള്ളൊരു കാറായിട്ട് തോന്നിയ വണ്ടിയാണ്. ഇത് കൊള്ളാം കേട്ടോ സംഭവം. ഇതെനിക്ക് തോന്നുന്നത് സ്പോർട്സ് കാറാണെന്ന് തോന്നുന്നു. റേസിങ്ങിനൊക്കെ ആയിട്ട് യൂസ് ചെയ്യുന്ന കാറാണെന്നാണ് തോന്നുന്നത്. ഇതിൻ്റെ ബാക്ക് സൈഡ് ഇങ്ങനെയാണ്, പുറകിൽ പിന്നെ ഇതാ 2 പേർക്ക് ഇരിക്കാം. ഓട്ടോമാറ്റിക്കാണ്. ഇവിടെയും 2 രീതിയിലാണ് കേട്ടോ. അത് നിങ്ങൾക്ക് മുകളിലോട്ട് ഓപ്പൺ ചെയ്യുന്ന ടൈപ്പുണ്ട്. അത് ബട്ടർഫ്ലൈ അങ്ങനെ എന്തെങ്കിലും പറയും. ഈ ഡോറിന് ബട്ടർഫ്ലൈ ഡോർ എന്നാണ് പറയുന്നതെന്ന് തോന്നുന്നു. ഡു നോട്ട് ടച്ച് എന്ന് എഴുതിയിട്ടുണ്ട്. നമുക്കിവിടെ എന്തെങ്കിലും ആവശ്യത്തിന് വേണമെങ്കിൽ ഈ ഒരു സൈഡ് മാത്രം ഓപ്പൺ ചെയ്യാം. അത് നമ്മുടെ വിൻഡോ പോലെ ഓപ്പൺ ചെയ്യാം. പിന്നെ അതിന് ഡോർ തുറക്കുന്നത് കംപ്ലീറ്റ് ബട്ടർഫ്ലൈ സ്റ്റൈലിലാണ്. ഇതിൻ്റെ പ്രത്യേകത, ഇതിന് പെയിൻ്റ് ഇല്ല. ഇത് കംപ്ലീറ്റ് അലുമിനിയം ഫിനിഷാണ്. അതിൽ പെയിൻ്റ് ഇല്ല കേട്ടോ. ഒരു സിൽവർ കളർ പെയിൻ്റ് ആയിട്ടല്ല, ഇതിൽ പെയിൻ്റ് അടിച്ചിട്ടില്ല. അതാണ് ഇതിൻ്റെ ലുക്ക്. ഇത് നോർമലി നമ്മൾ കണ്ടുവരുന്ന ബെൻസാണ്. ഇത് ബെൻസ് 280 SC ആണ്. ബാക്കിൽ ലോഗോയുണ്ട്. വലിയൊരു ബൂട്ടാണ്. ഡുവൽ സൈലൻസറല്ല, 2 എക്സോസ്റ്റിൻ്റെ പൈപ്പ് വരുന്നുണ്ട് ബാക്കിൽ. പിന്നെ 4 ഡോറാണ്. ഇൻറ്റീരിയർ വരുന്നത് ഇതാണ്. മ്യൂസിക് സിസ്റ്റം, AC ഉണ്ട്, മ്യൂസിക് സിസ്റ്റം ഉണ്ട്. വ്യൂ നമ്മൾ സാധാരണ നോർമലി നമ്മൾ കണ്ടുവരുന്നൊരു വണ്ടി തന്നെയാണ്. നമ്മൾ പഴയ സിനിമകളിലേക്ക് കണ്ടുവരുന്ന അതേ സ്റ്റൈലാണ്. 2 ഹെഡ്ലൈറ്റ്, ഇവിടെ 2 ഹെഡ്ലൈറ്റ് അപ്പുറത്തിട്ടുണ്ട്. 4 ഹെഡ്ലൈറ്റ്, ഡിമ്മും ബ്രൈറ്റും. എനിക്ക് തോന്നുന്നു ഈ ഭാഗം ഇത് ഇൻഡിക്കേറ്റർ ആണെന്ന് തോന്നുന്നു. ഒരു ഓറഞ്ച് ഷെയ്ഡ് കാണുന്നുണ്ട്. ഇപ്പോൾ ഇൻഡിക്കേറ്ററാണ്. ഇവിടെ ഒരു ഇൻഡിക്കേറ്റർ കാണുന്നുണ്ട്. ഇവിടെയും ഒരു യെല്ലോ ലാമ്പ് കാണുന്നുണ്ട്. പിന്നെ തൊട്ടിപ്പുറത്ത് ഹങ്ങിൻ്റെ മോഡൽ വരുന്ന ഒരു ലോഗോ ഉള്ളൊരു കാറ്. ഇത് ഏത് കമ്പനിയാണെന്ന് അറിയില്ല. ഞാൻ ഡീറ്റെയിൽസ് ഒന്നും ഇവിടെ എഴുതി വെച്ചിട്ടില്ല. ഇതാണ് ലോഗോ. K ആണ് അതിൻ്റെ ലോഗോ വരുന്നത്. ഒരു ഹങ്ങിൻ്റെ പടമാണെന്ന് തോന്നുന്നു വെച്ചിട്ടുണ്ട്. ഒരു വിൻറ്റേജ് കാറാണ് ഈ കിടക്കുന്നത്. മെർക്കുറി കോമറ്റ് 1979 US മെയ്ഡാണ് ഈ കാറ്. വാൻ കിടപ്പുണ്ട്. ഇത് ഷെവർലയുടെ ഒരു വാനാണ്. നമ്മുടെ ഷാജി പാപ്പൻ്റെയൊക്കെ വേറൊരു വെർഷൻ എന്നാണെങ്കിൽ പറയാം. ഈ വണ്ടിയൊക്കെ കണ്ട ക്ലാസിക് ഷാജി പാപ്പൻ്റെ കാറ്, ഒരു വിൻറ്റേജ് ഷാജി പാപ്പൻ്റെ കാറാണ് ഈ കിടക്കുന്നത് ഗൈസ്. എൻ്റെ ഗ്രില്ല് ഷെവർലയുടെ വണ്ടിയാണ് ഈ കാണുന്നത്. എത്ര സീറ്റാണ്? 1 2 3. ബാക്കിൽ ഏറ്റവും പുറകിലായിട്ട് ഒരു സ്റ്റെപ്പിന് വെച്ചിട്ടുണ്ട്. ഒരു 2 4 6 ഒരു 6 7 പേർക്കൊക്കെ ഇരിക്കും. 7 സീറ്റർ 8 പേർക്കൊക്കെ പോവാം. ഓക്കെ, ഈ സൈഡിൽ 2 ഡോറുണ്ട്. അത് 2 സൈഡിലായിട്ട് തുറക്കുന്നതാണ്. ഇങ്ങോട്ടും അങ്ങോട്ടും തുറക്കാം. അപ്പോൾ അതിനകത്ത് കയറാം. പിന്നെ അത് കഴിഞ്ഞാൽ ഇത് ഏത് വണ്ടിയാണെന്ന് ഒരു പിടുത്തമില്ല. ഇതെന്തോന്ന് ഷേപ്പ്? ഒരു സ്ക്വയർ ഷേപ്പ്, ഇത്രയേ ഉള്ളൂ. കണ്ട, ലോഗോ ഒന്നും ഇല്ല. ഇതാണ് ലോഗോ. ഇവിടെ ഒരു ലോഗോ എടുത്തിട്ടുണ്ട്. വേറെ ഒന്നും ഇതിന് പ്രത്യേകിച്ച് പറയാനായിട്ട് എനിക്കൊന്നും ഇല്ല. ഒരു നീളമുള്ള ഇത് ഡോഡ്ജ് ആണെന്ന് തോന്നുന്നു. അതിൻ്റെ സൈഡൊക്കെ ഇട്ട് അങ്ങനെയൊക്കെ തോന്നുന്നുണ്ട്. ഇവിടെ വരുമ്പോഴത്തേക്ക് ഈ വണ്ടി ഞാൻ നേരത്തെ കാണിച്ചാണ്, ബ്ലാക്ക് കളർ. ഇതിൻ്റെ ലോഗോ ഇത് ഏത് വണ്ടിയാണെന്ന് എനിക്കറിയില്ല. ഒരു ബ്ലാക്ക് കളർ ഒരു വണ്ടി. അടുത്തത് ഇവിടെ ഒരു ട്രക്ക് കാണാം. ഒരു ക്ലാസിക് ഒരു വിൻറ്റേജ് ട്രക്ക് നമ്മുടെ മുമ്പിലുണ്ട്. ഇത് 1974 US മെയ്ഡായിട്ടുള്ള ഇൻ്റർനാഷണൽ D സീരീസ് ട്രക്കാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നതാണ്. അതിൻ്റെ ലോഗോ ഒരു പമ്പരത്തിൻ്റെ ഇതിനകത്തൊരു ലോഗോ. ഇൻ്റർനാഷണൽ എന്നാണ് കമ്പനിയുടെ പേര്. അടുത്ത നമ്മുടെ നാട്ടിലെ പഴയ ഫിയറ്റ് പത്മിനി പോലത്തെ ഒരു വണ്ടിയാണ്. ഇത് ഏത് കമ്പനിയുടെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ DAF 33. ഇതാണ് ലോഗോ. 33 എന്നാണ് കൊടുത്തിട്ടുണ്ട്. ഇത് 1967 മോഡലാണ്. നെതർലാൻഡ് മെയ്ഡാണ്. നെതർലാൻഡിൽ നിന്ന് US മെയ്ഡല്ല, നെതർലാൻഡ് മെയ്ഡാണ്. ഈ കിടക്കുന്ന കാർ 1962 നമ്മുടെ നാട്ടിൽ പണ്ടുണ്ടായിരുന്ന ഓപ്പൾ എന്ന് പറയുന്ന കമ്പനി, ഓപ്പളിൻ്റെ ഒരു കാറാണ് ഈ കാണുന്നത്. അതിൻ്റെ വിൻറ്റേജ് കാറാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അടുത്ത വേറൊരു വണ്ടി. ഇതിൻ്റെ ലോഗോ ഒന്നും ഇല്ല. ഇതാണ് സംഭവം. ഇതൊരു വെറൈറ്റി മോഡൽ കേട്ടോ. അതിൻ്റെ ഗ്ലാസ്സൊക്കെ ഇരിക്കുന്നുണ്ട്. നമ്മളെ ബാക്ക് മിററൊക്കെ ഇരിക്കുന്നത് ഡാഷ്ബോർഡിലാണ്. ഇത് ബാക്കിലോട്ട് വരുമ്പോഴത്തേക്ക് ഒരു 3 വിൻഡോസ് ഇതിനകത്ത് വരുന്നുണ്ട്. അതായത് 4 ഡോറാണ്. സെഡാനല്ല, നമ്മൾ SUV ടൈപ്പ് പോലത്തെ ഒരു വിൻറ്റേജ് കാറാണ് ഈ കാണുന്നത്. ഞാൻ നടന്നു പോകുന്നതിൻ്റെ അപ്പുറം ഒക്കെ വണ്ടികൾ തന്നെയാണ്. ഇതൊക്കെ നമ്മൾ നേരത്തെ കണ്ട വണ്ടികളാണ്. ഇത് നമ്മുടെ ജാഗൂറിൻ്റെ കാറാണ് ഈ കിടക്കുന്ന ജാഗൂർ. ലോഗോ നമുക്കിവിടെ കാണാം. ഒരു കറുത്ത ഒരു വണ്ടിയാണ്. ഇതിൻ്റെ പിറകിലേക്ക് വരുമ്പോൾ ഇവിടെ ഒരു ക്ലാസിക് കാറുണ്ട്. ഇത് കംപ്ലീറ്റ് കവർ ചെയ്തേക്കാണ്. ഇതെന്ത് സംഭവമാണ്? ഇതിൻ്റെ ബാക്കിലേക്ക് വരുമ്പോഴത്തേക്ക്
ഇതാണ് ഇതിൻ്റെ ഡോർ ഇങ്ങനെയാണ് തുറക്കുന്നത് കേട്ടോ. ഇവിടെ നിന്ന് പുറത്തോട്ട് ഇങ്ങനെ സൈഡിലേക്കാണ് തുറക്കുന്നത്. ഇതിൻ്റെ ബൂട്ട് ഇവിടെ ലൈറ്റുണ്ട്, അവിടെ 2 ലൈറ്റ് ഇരിപ്പുണ്ട്. പിന്നെ നമ്മൾ സൈഡിലേക്ക് വരുമ്പോഴത്തേക്ക് ഇവിടെ കംപ്ലീറ്റ് കവർ ചെയ്തേക്കാണ്. ഇവിടെയാണ് എൻ്റെ ഫ്യൂൽ ടാങ്ക്. 2 ഡോറാണുള്ളത്. ഇൻറ്റീരിയറിനകത്ത് പ്രത്യേകിച്ച് പറയാനൊന്നുമില്ല, ഇരുട്ടാണൊന്നും കാണാൻ പറ്റുന്നില്ല. ഇവിടെ ഒരു സൈഡിൽ ഇവിടെ ഒരു ഗ്ലാസ് ഇരിപ്പുണ്ട്. പിന്നെ തന്നെ നമ്മുടെ ഈ സൺ ബ്ലൈൻഡ് ഇല്ലേ, പഴയ അംബാസഡർ കാറിലൊക്കെ കാണുന്ന ടൈപ്പ്, ഇത് മടക്കാനും നോക്കാനും പറ്റും. 2 കുഞ്ഞ് വൈപ്പർ. ഇവിടെ ഒരു എയർ വെൻറ്റിലേഷൻ ഇരിപ്പുണ്ട്. ഇതാണ് ഇതിൻ്റെ ലോഗോ. പിന്നെ അതുപോലെ ഇപ്പുറത്ത് വരുമ്പം അതുപോലെ തന്നെ വേറൊരു കാറ് കാണാം. ഇത് നേരത്തെ നമ്മൾ കണ്ട പോലെ എയർക്രാഫ്റ്റിൻ്റെ ഒരു രൂപം വരുന്നതിനകത്ത് ഒരു ലോഗോയുള്ള വണ്ടിയാണ്. ഷെവർലയുടെ ലോഗോ ഇവിടെ വരുമ്പോൾ വ്യത്യാസമുണ്ട്. കുറച്ച് കളർഫുള്ളായിട്ടുള്ള ലോഗോ. റോമിൻ്റെ അതിപ്രസരം എന്ന് വേണമെങ്കിൽ പറയാം അല്ലേ. വണ്ടിയുടെ കളർ ഒരു ചെറിയ ഡാർക്കിഷ് യെല്ലോ ആണ്. പക്ഷേ ഈ സൈഡ് മൊത്തം ക്രോമാണ്, ഫ്രണ്ട് മൊത്തം ക്രോമാണ്. നമ്മൾ ഇങ്ങോട്ട് വരുമ്പോഴത്തേക്ക് സൈഡിലൊരു മിററുണ്ട്. ഇൻറ്റീരിയർ ഇതാണ്. സിംഗിൾ ഡോറാണ് കേട്ടോ. ഇവിടെ മാത്രമേ ഡോറുള്ളൂ. പിറകിലേക്ക് വരുമ്പോഴത്തേക്ക് ഇതാണ് അതിൻ്റെ ബാക്ക് സൈഡ്. ഇവിടെ ഷെവർലയുടെ ലോഗോയുണ്ട്, ഷെവർലെ എന്ന് എഴുതിയിട്ടുണ്ട്. ഒരു ഷാർപ്പായിട്ടുള്ള കൂർത്ത ഒരു ഭാഗം കാണാം. ഇതെനിക്ക് പറഞ്ഞാൽ എയറിനെ കീറി മുറിച്ച് പോകാനുള്ള ഒരു ഇതിനായിരിക്കും ഈ സംഭവം ഇങ്ങനെ ചെയ്ത് കേട്ടോ. നമ്മളെ വണ്ടിയെ അത് എയറോ ഡൈനാമിക്കായിട്ട് വെക്കാനായിരിക്കും അങ്ങനെ പോയേക്കുന്നത്. ഫ്രണ്ട് വിൻഷീൽഡ് ഇതാണ്. ഇവിടെ തൊട്ട് ഇങ്ങനെ ഏറ്റവും വരെ ഒരൊറ്റ ഗ്ലാസ്സാണ് ഇതിനകത്ത് വന്നേക്കുന്നത്. വൈപ്പർ അതിൽ മിസ്സിങ് ആണ്, കാണാനില്ല. പിന്നെ സിംഗിൾ ഡോറാണ് വണ്ടി, സിംഗിൾ ഡോറാണ്. അതിനകത്ത് ഇൻറ്റീരിയറിൽ പ്രത്യേകിച്ചൊന്നും പറയാനില്ല, AC ഒന്നുമില്ല. പിന്നെ ബാക്കിൽ ഒരു 4-5 മൊത്തത്തിൽ 5 സീറ്റർ 5 പേർക്ക് ഇരിക്കാം. പുറകിലേക്ക് വരുമ്പോഴത്തേക്ക് ഇതാണ് നമ്മുടെ എയർക്രാഫ്റ്റിൻ്റെ വാല് പോലെ പൊങ്ങി വരുന്ന ഒരു ബാക്ക് സൈഡാണ് കാണുന്നത്. ഒരു V പോലത്തെ ഒരു ലോഗോ ആണ്. ഇവിടെ ബാഡ്ജിങ് മിസ്സിങ് ആണ്. ഇതാണ് ഇതിൻ്റെ ക്രോം ഫിനിഷ്ഡ് ആയിട്ടുള്ള ഒരു ബമ്പറും കാണാം. മോട്ടോർ കാർ ഓഫ് അമേരിക്കൻ INC എന്ന് പറഞ്ഞ് കൊടുത്തിട്ടുണ്ട്. ഇതിന് എന്താണെന്ന് മനസ്സിലായില്ല. പക്ഷേ വണ്ടി മൊത്തത്തിലൊരു വ്യത്യാസമാണ്. എക്സ്റ്റീരിയർ വരുമ്പോഴത്തേക്ക് ഈ ഒരു ഫ്രണ്ടിൽ ബമ്പറിൽ ഇങ്ങനെയായിട്ടൊരു സംഭവം വരുന്നുണ്ട്. ഇവിടെ ലോഗോ വരുന്നുണ്ട്. കുറച്ച് പ്രൊജക്റ്റ് ചെയ്ത് നിൽക്കുന്നത്. അവിടെ 2 ഹെഡ്ലൈറ്റ് പുറത്തോട്ട് തള്ളി നിൽപ്പുണ്ട്. പിന്നെ ഇതിൻ്റെ സൈഡിൽ നിന്ന് ഒരു പൈപ്പ് ഇങ്ങനെ അകത്തോട്ട് പോയിട്ടുണ്ട്. എന്താണെന്ന് മനസ്സിലായിട്ടില്ല കേട്ടോ. അതിൻ്റെ പിറകുവശം നമുക്ക് കാണാം. ഇതിനകത്തുനിന്നൊരു പൈപ്പ് അടിയിലോട്ട് പോയിട്ടുണ്ട്. ഒരു വെറൈറ്റി ലുക്ക്. നിങ്ങൾ ഈ കാണുന്ന വണ്ടിയുണ്ട്, ഇതൊരു കാറാണ്. ഇതും ഒരു കാറാണ്. അപ്പോൾ ഇത് 1965 പീൽ എന്ന് പറയുന്ന കമ്പനിയുടെ വണ്ടിയാണ് ഈ കാണുന്നത്. ഇതിനകത്ത് എങ്ങനെ ആൾ കയറുന്നില്ല നിങ്ങൾ ആലോചിക്കുന്നു. ഞാനും കുറച്ച് നേരം ആലോചിച്ചു എങ്ങനെ ആൾ കയറുന്നു. ഇതിനകത്ത് ആൾ കയറുന്നത് ഈ ഭാഗം കണ്ട ഇവിടെ നിന്ന് ഇത് മൊത്തത്തിൽ ഓപ്പൺ ആവും. ഇതിപ്പോൾ സൺറൂഫ് ഉണ്ടോ എന്നൊക്കെ ചോദിക്കുന്നവർക്ക് സൺറൂഫ് ഉണ്ട്, എന്ത് റൂഫ് വേണമെങ്കിലും ഉണ്ട്. വൈപ്പറുണ്ട്, ഒരു വൈപ്പർ ഇരിപ്പുണ്ട്. സ്റ്റിയറിങ്ങിൽ 2 പേർക്ക് യാത്ര ചെയ്യാം. മ്യൂസിക് സിസ്റ്റം ഉണ്ട്, പാട്ടും കേട്ട് 2 പേർക്ക് യാത്ര ചെയ്യാം. കണ്ട 2 ഉണ്ടക്കണ്ണ ലൈറ്റുണ്ട്. ടയറൊക്കെ കണ്ട കുഞ്ഞിങ്ങനെ ടയറുണ്ട്. അപ്പോൾ ഈ സാധനം ഓപ്പൺ ചെയ്തിട്ട് നമുക്ക് ഇതിനകത്ത് കയറിയിരുന്ന് യാത്ര ചെയ്യാം. ഇതേപോലെ തുറന്ന് അകത്ത് കയറാം. ഇവിടെ ഒരു ബ്ലൂ കളർ ക്ലാസിക് കാർ കിടപ്പുണ്ട്. ഇവിടെ ഒരു ഗ്രീൻ കളർ ക്ലാസിക് കാർ കിടപ്പുണ്ട്. ഇതിൻ്റെ പ്രത്യേകത ഇതിൻ്റെ സൈഡിൽ ഇങ്ങനെ 2 സൈഡിലായിട്ട് 2 ഷാർപ്പായിട്ടുള്ള 2 ഏരിയ കാണാം. എനിക്ക് തോന്നുന്നത് എയറിനെ കീറി മുറിച്ച് പോകാനുള്ള എന്തെങ്കിലും സംഭവമായിരിക്കാം. അടിയിലും കുറേ ലൈറ്റുണ്ട്. ഫുൾ ക്രോമാണ്. ഇതാണ് വണ്ടി. ഡോഡ്ജിൻ്റെ ഒരു പഴയ മോഡൽ വിൻറ്റേജ് കാറാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. കംപ്ലീറ്റ് ഒരു ബ്രൗൺ കളറാണ്. റൂഫ് വൈറ്റ് കളറാണ്. പിന്നെ അതിനകത്ത് ഫ്രണ്ട് മൊത്തത്തിൽ ക്രോമിലാണ് കുളിച്ചിരിക്കുന്നത്. ഇതും കമ്പനി ഏതാണെന്ന് അറിയില്ല. ഇതാണ് വണ്ടിയുടെ ലോഗോ ഉണ്ട്. ഫ്രണ്ട് വ്യൂ നോക്കിയാണെങ്കിൽ ഇങ്ങനെ വളഞ്ഞാണിരിക്കുന്നത്. പിന്നെ അടുത്തത് ഒരു ഗ്രീൻ കളർ കാർ. ഇത് ഷെവർലയുടെ ഒരു കാറാണ് ഈ കാണുന്നത്. ഷെവർലയുടെ ഒരു പഴയ വിൻറ്റേജ് കാറാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇതിൻ്റെ സൈഡിലേക്ക് വരുമ്പോൾ ഇതൊന്നും ഇത് 10 എന്ത് രസം നോക്കിയാണ്. ഇതാണ് ഇതിൻ്റെ ബാക്ക് വ്യൂ. മറ്റേ വണ്ടിയുടെ ബാക്ക് ഇത് തന്നെ കേട്ടോ. ഈ കാറിൻ്റെ ബാക്ക് നോക്കിയാണ് നമ്മൾ നേരത്തെ കണ്ട. ഇത് കമ്പനിയുടെ പേരറിയില്ല, പക്ഷേ ഇതിൻ്റെ ബാക്ക് സൈഡ് നോക്കിയാൽ അടിപൊളി. ലൈറ്റൊക്കെ ഉണ്ട്, ഹെഡ്ലൈറ്റൊക്കെ ഇരിക്കുന്നുണ്ട്. ഹെഡ്ലൈറ്റിലെ റിവേഴ്സ് സൈഡൊക്കെ ഉണ്ട്, ഇങ്ങനെ കൂർത്തിരിക്കുന്നു. അതിൻ്റെ ലോഗോ അതാണ്. ലോഗോ ഒക്കെ എന്താണെന്ന് ദൈവത്തിനറിയാം. ഈ കിടക്കുന്ന എല്ലാ കാറിൻ്റെയും ബാക്ക് സൈഡ് ഒരു ഡിഫറൻ്റ് ആയിട്ടുള്ള ബാക്കാണ് കേട്ടോ. ഇങ്ങോട്ട് വന്നപ്പോൾ ഇങ്ങനെ നമ്മൾ കയറി വന്നുകൂടാ. കണ്ട ആ കാറിൻ്റെ ആ ഡോഡ്ജിൻ്റെ ബാക്ക് ഉണ്ട്, ചിറകൊക്കെ ഉണ്ട്. മാലാഖയാണെന്ന് തോന്നുന്നത് ഈ കാറൊക്കെ. കിടക്കുന്ന കാറിൻ്റെ സൈഡിലേക്ക് വന്നപ്പോൾ, അതായത് ഈ ഷെവർലയുടെ
ഈ കാർ നമ്മൾ ഫ്രണ്ടിൽ നിന്ന് നമ്മളങ്ങ് പറഞ്ഞു പോയെന്നേ ഉള്ളൂ. പക്ഷേ ഈ കിടന്ന കാറുകളല്ല, അതിൻ്റെ ബാക്ക് സൈഡ് നേരത്തെ ഞാൻ കാണിച്ചുണ്ട്, എല്ലാം മറ്റേ ചെറുക് വെച്ചണക്കാണ്. ഫ്രണ്ടിനെക്കാട്ടി ലുക്ക് ബാക്കിലാണ് കൊടുത്തേക്കുന്നത്. ഇവിടെ അത് നമ്മൾ ഫ്ലൈറ്റിൻ്റെയൊക്കെ വാല് പോലെ അതേപോലെ ഡിസൈനിൽ അപ്പുറം ഇപ്പുറം ഓരോന്നും കൊടുത്തിട്ടുണ്ട്. അങ്ങനെ കുറേ വെറൈറ്റി. ഇവിടെ അടുത്തൊരു വണ്ടി കിടപ്പുണ്ട്. അടുത്ത ക്ലാസിക് കാർ. നമ്മൾ ആ സെക്ഷൻ കഴിഞ്ഞ് നമ്മൾ ഇപ്പുറത്തോട്ട് വന്നു. ഇവിടെ വന്നപ്പോഴത്തെ റെഡ് കളർ ഒരു കാറ്. ഇതാണ് ഇതിൻ്റെ ലുക്കാണ്. ഇതിൻ്റെ ഒരു മോഡൽ വയ്ക്കാൻ ഇവിടെ വന്നിട്ട് ബാക്കിൽ ഡിക്കി ബൂട്ട് സ്പേസ് ഉണ്ട്. ഇത്രയുണ്ട്. ഇങ്ങനത്തെ ഒരു സ്റ്റൈലാണ്. ബാക്കിൽ വേണമെങ്കിൽ ഒരു 2 പേർക്ക് സുഖമായിട്ട് കിടന്നുറങ്ങാം. അതിനുള്ള സ്പേസ് ഇതിനകത്തുണ്ട്. പിറകിലേക്ക് വരുമ്പോഴത്തേക്ക് ഈ ചിറക് വെച്ച പോലെയുള്ള മോഡലിലുള്ള ഒരു ബാക്കാണ് ഈ പിൻഭാഗമാണ് ഈ വണ്ടിയിൽ വന്നേക്കുന്നത്. ഇതാണ് ഈ വണ്ടിയുടെ ലുക്ക്. പിന്നെ അടുത്തത് ഡോഡ്ജിൻ്റെ അടുത്തൊരു വണ്ടി. ഇത് നമുക്ക് എന്ത് വീതി എന്നറിയാമോ, എന്ത് വലിപ്പമാണെന്നറിയാമോ. പിന്നെ ഈ കാണുന്നത് ഡോഡ്ജിൻ്റെ ഫയർ ട്രക്കാണ് ഈ കാണുന്നത്. അത് നമ്മുടെ ഫയർ എഞ്ചിൻ എന്നൊക്കെ പറയല്ലേ, ഫയർഫോഴ്സിൻ്റെ വണ്ടിയാണ് ഈ കാണുന്നത്. അവിടെ നിങ്ങൾക്ക് കാണാം പൈപ്പൊക്കെ ഇരിപ്പുണ്ട്, വെള്ളമൊക്കെ പമ്പ് ചെയ്യുന്ന പൈപ്പും മറ്റേ ഫയർ എക്സ്റ്റിങ്ക്വിഷർ അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഇരിപ്പുണ്ട്. ഇത് 1937-38 മോഡൽ US മെയ്ഡ് വണ്ടിയാണ് ഈ കാണുന്നത്. കണ്ട ഫയർഫോഴ്സിൻ്റെ എത്രയൊക്കെയോ ആൾക്കാരെ രക്ഷിച്ച ആംബുലൻസും ആൾക്കാരെ രക്ഷിച്ച ഫയർഫോഴ്സുമാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന. സൈഡിൽ ഫയർഫോഴ്സിൻ്റെ മെഷീനറിയൊക്കെ കാണാം, ലൈറ്റ് കാണാം. ഇതാണ് ഫയർഫോഴ്സ് ഡോഡ്ജിൻ്റെത്. പിന്നെ ഈ കാണുന്ന ഷെവർലെറ്റിൻ്റെ ഫയർഫോഴ്സാണ്. ഷെവർലയുടെ ഫയർഫോഴ്സാണ് ഈ കിടക്കുന്നത്. രണ്ടും അത് കുറച്ചുകൂടെ റെഡ് കളർ കൂടുതലാണ് കേട്ടോ. ഞാനത് കാണിച്ചു തരാം. എൻ്റെ അപ്പുറത്തോട്ട് വന്നിട്ട് അവിടെ ഒരു ടാങ്കൊക്കെ ഉണ്ട്. പക്ഷേ അതിന് ടാങ്കൊന്നുമില്ല, അതൊരു ഓപ്പണാണ്. ഇത് ഓപ്പണല്ല, ഇത് ടാങ്കൊക്കെ ഉണ്ട്. കുറച്ചൊരു അഗ്രസീവായിട്ടുള്ള ലുക്കാണ് കേട്ടോ. സൈഡിൽ ഗ്ലാസ്സൊക്കെ ഉണ്ട്. വരുമ്പോഴേ ആൾക്കാർ വഴി മാറി കൊടുക്കും ഈ ഒരു ഫയർഫോഴ്സ് വരുമ്പോൾ. ഇത് 1983 ജപ്പാൻ മെയ്ഡ് ടൊയോട്ട ലാൻഡ് ക്രൂസറാണ് ഈ കിടക്കുന്നത്. കണ്ട, അതായത് 1983 ലാൻഡ് ക്രൂസറാണ് ഗൈസ് ഈ കിടക്കുന്നത്. കോൾ സെൻറ്റർ 991 എന്താണെന്ന് മനസ്സിലായില്ല. ഇതിന് എന്തിനു ഉപയോഗിച്ചുകൊണ്ടിരുന്നതാണെന്ന് എനിക്കറിയില്ല. എന്തെങ്കിലും എമർജൻസി സർവീസിന് ഉപയോഗിച്ചുകൊണ്ടിരുന്ന വണ്ടിയാണെന്നറിയില്ല. ഇത് നമ്മുടെ ഫയർഫോഴ്സിലേക്ക് തിരിച്ചു വരാം. ഇതാണ് നമ്മുടെ ഷെവർലയുടെ ഫയർഫോഴ്സിനായിട്ട് യൂസ് ചെയ്ത പൈപ്പാണ്. എത്രയോ ആൾക്കാരുടെ ജീവൻ രക്ഷിച്ച പൈപ്പിലാണ് ഞാനിപ്പോൾ ഈ കൈ കൊണ്ട് തൊട്ടുകൊണ്ടിരിക്കുന്നത്. പൈപ്പിൻ്റെ നോസ് ഇവിടെ ഇരിപ്പുണ്ട്, കണക്ഷൻ ഇങ്ങനെ പോയിട്ടുണ്ട്. ഇത് ടാങ്ക്, ടയർ, എൻ്റെ വീൽ ബേസ് തന്നെ എത്രയുണ്ട്. വീൽ ബേസ് അവിടെ നിന്ന് ഇവിടം വരെയാണ്. ഗ്രൗണ്ട് ക്ലിയറൻസ് ഇത്രയുണ്ട്. ഇവിടെ ടാങ്കുണ്ട്. ഇതിൻ്റെ ഇൻറ്റീരിയർ വലുതായിട്ടൊന്നും നമുക്ക് എടുത്ത് പറയാനൊന്നുമില്ല. ഷെവർലയുടെ ലോഗോയുള്ള ഒരു സ്റ്റിയറിങ്ങും ഡാഷ്ബോർഡ്, ചെറിയ ഡാഷ്ബോർഡ്, അതിനകത്ത് ഷെവർലയുടെ ലോഗോയും കാണാം. പിന്നെ പുറകിലേക്ക് വരുമ്പോഴത്തേക്ക് ഇതാണ് ഒരു വമ്പൻ വാട്ടർ ടാങ്ക് കാണാം. ഇവിടെ അതിൻ്റെ പൈപ്പുകൾ കണക്ട് ചെയ്യാനുള്ള സംഭവമുണ്ട്. പിന്നെ നമ്മളെ ഡോഡ്ജിൻ്റെ ബാക്ക് സൈഡ് ഇതാണ്. ഇവിടെ 2 പൈപ്പ് ഇരിപ്പുണ്ട്. വെള്ളമൊക്കെ കൊണ്ടുപോകുന്ന എന്തെങ്കിലും പൈപ്പായിരിക്കാം. ഇതാണ് ടയർ പഞ്ചറാണ്. ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഒരു അമണ്ട ട്രക്കാണ്. പണ്ടത്തെ ഒരു വിൻറ്റേജിൻ്റെ ട്രക്കാണ് ഈ കാണുന്നത്. കാണുമ്പോൾ തന്നെ പേടിയാവുന്നുണ്ട് കേട്ടോ ഈ സാധനം. ഇത് ഏത് കമ്പനിയാണെന്നറിയില്ല. ഇവിടെ T എന്നാണ് ലോഗോയിൽ കൊടുത്തേക്കുന്നത്. ഈ ലോഗോയുടെയൊക്കെ പ്രത്യേകത എന്താ, അതിങ്ങനെ നീണ്ടു വന്നേക്കുന്നു. ഇത്രയും നീളമുണ്ട്. അതുകൊണ്ട് ഇവിടെയും ഒരു T കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഒരു ബാഡ്ജിങ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ കാണുന്ന ഹാർലി ഡേവിഡ്സൻ്റെ ബൈക്കാണ് ഗൈസ്. അപ്പോൾ കാർ മാത്രമല്ല കേട്ടോ, ഇതിനകത്ത് ബൈക്കും ഉണ്ട്. വിൻറ്റേജ് കാറുകൾ മാത്രമല്ല, വിൻറ്റേജ് ബൈക്കുകളും ക്ലാസിക് ബൈക്കുകളും ക്ലാസിക് കാറുകളൊക്കെ ഇതിനകത്തുണ്ട്. ഇത് ഹാർലി ഡേവിഡ്സൻ്റെ ബൈക്കാണ്. എഞ്ചിനെ കണ്ട നല്ല തിളങ്ങി നല്ല കുട്ടപ്പനായിട്ടാണ്. നമുക്ക് കാല് ലോങ് റൈഡൊക്കെ പോകുമ്പോൾ കാല് കഴിക്കണമെങ്കിൽ നമുക്ക് ഇവിടെ വയ്ക്കാം, അവിടെ വയ്ക്കാം. ബ്രേക്ക്, സൈലൻസറൊക്കെ പോയിക്കുന്നുണ്ട്. ബോക്സ് ഉണ്ട്. 2 പേർക്ക് സുഖമായിട്ടിരിക്കുക. ഇതിനിടയിൽ എങ്ങനെ പിടിച്ചിരുത്തോന്ന് അറിയില്ല, എന്നാലും ഇരുന്ന് പോവാം. അവർ ആൻറ്റിനയൊക്കെ കൊടുത്തിട്ടുണ്ട്. സൈലൻസർ 2 എണ്ണമാണ്, ഡ്യുവൽ സൈലൻസർ പുറത്തോട്ട് വന്നിട്ടുണ്ട്. പിന്നെ ഇപ്പുറത്തേക്ക് വരുമ്പോഴത്തേക്ക് മെഴ്സീഡീസ് ബെൻസിൻ്റെ ഇവിടെ ഒരു മെഴ്സീഡീസ് ബെൻസിൻ്റെ ആംബുലൻസാണ് ഈ കാണുന്നത്. ഇത് മൊത്തം ആംബുലൻസാണ് ഈ 2 എണ്ണം. ഇത് വേറെ ഏതൊരു കമ്പനിയുടെ ആംബുലൻസ്, ഇത് മെഴ്സീഡീസ് ബെൻസിൻ്റെ ആംബുലൻസ്. കണ്ട മെഴ്സീഡീസ് ബെൻസിൻ്റെയൊക്കെ ആംബുലൻസ് കണ്ട. ഇത് 1985 ജർമ്മൻ മെയ്ഡ് വണ്ടിയാണ് ഈ കിടക്കുന്ന ആംബുലൻസ്. മുകളിലൊരു സൈറമാണെന്ന് തോന്നുന്നു, അവിടെ കാണാം. ഇവിടെ ഡ്രൈവർ ഇരിക്കുന്ന സ്ഥലം. ഇൻറ്റീരിയറൊക്കെ അത്യാവശ്യം നല്ല നീറ്റായിട്ടുള്ളൊരു വണ്ടിയാണ്. പുറകിലേക്ക് വരുമ്പോഴത്തേക്ക് നേഴ്സിനും ഡോക്ടറിനൊക്കെ ഇരിക്കാവുന്ന
ഒരു സ്പേസാണ്. ഇതിൽ ആൾ എവിടെ കിടക്കുമെന്നുള്ളത് എനിക്കറിയാൻ വയ്യ. ചുരുട്ടി കൂട്ടിയിടുമെന്നോ മിക്കവാറും അവിടെ വല്ല സ്ട്രക്ചറോ വല്ലതും വരുമായിരിക്കും. ഇവിടെ ഒരു ലൈറ്റ് ഉണ്ട്, പിറകെ ബാക്ക് ഇവിടെ തുറന്നിട്ടിരിക്കുക, ആളിനകത്തോട്ട് കയറ്റുന്ന. ഇതാണ് അതിൻ്റെ ഉൾവശം ഇതാണ്. ഇത് വേറൊരു ആംബുലൻസ്. ഞാനൊരു കാര്യം പറഞ്ഞാൽ ഒന്നും തോന്നരുത്, ഈ വണ്ടി കണ്ടാൽ തന്നെ ആൾ അറ്റാക്കൊന്നും ചാവും. ഇതെന്തോ സാധനം ഇത് കണ്ട, ഇത് കാലൻ്റെ വണ്ടി എന്നല്ലേ തോന്നുന്നു, ആംബുലൻസ് ആയിട്ട് തോന്നുന്നു. ഇവിടെ ഒരു സ്റ്റെപ്പ് ഇത് ഓപ്പൺ ചെയ്തിട്ട് അകത്തോട്ട് ആളിനെ കയറ്റാം. സ്ട്രക്ചറൊക്കെ ഉണ്ട് കേട്ടോ, സ്ട്രക്ചർ ഇതാണ്ട് സ്ട്രക്ചറുണ്ട്, 2 സ്ട്രക്ചറാണ്. പക്ഷെ ഇത് കണ്ടു കഴിഞ്ഞാൽ തന്നെ ആൾ ചാവില്ല. അവിടെ ലൈറ്റ് ഉണ്ട്, ഇവിടെ കണ്ട സൈഡൊക്കെ വയ്ക്കണം. ഇങ്ങനെ വന്ന് ഇവിടെ ഒരു ഡോറുണ്ട്, ഇവിടെ ഒരു ബോക്സ് വെച്ചിട്ടുണ്ട്. എനിക്ക് നമ്മളെ ഫസ്റ്റ് എയ്ഡൊക്കെ വെക്കുന്ന സാധനമായിരിക്കും. ഇൻറ്റീരിയർ ഉണ്ട്, ഇൻറ്റീരിയർ എന്നൊരു രക്ഷയില്ല. ഇതാണ് ആംബുലൻസിൻ്റെ ലുക്ക് കണ്ടാൽ തന്നെ ആൾ അറ്റാക്കൊന്നും ചാവും. പിന്നെ ഈ ഭാഗത്തായിട്ട് ഒരു എൻജിൻ വെച്ചിട്ടുണ്ട്. ഇത് എന്തിൻ്റെ എൻജിനാണെന്ന് അറിയില്ല. ഇവിടെ ഒരു പ്രൊപ്പലറൊക്കെ ഉണ്ട്. ഇത് എയർക്രാഫ്റ്റിൻ്റെ എൻജിനാണെന്ന് എനിക്ക് അറിയാൻ വയ്യ കേട്ടോ. സാധാരണ എയർക്രാഫ്റ്റിനാണെങ്കിൽ ഇങ്ങനെ പ്രൊപ്പലറൊക്കെ വരുന്നത്. ഇത് ഇനി കാറിൻ്റെതാണോ അതേ എയർക്രാഫ്റ്റിൻ്റെ ആണോ എന്തെന്ന് അറിയില്ല. അറിയാമെന്നുള്ളൊരു കമൻറ്റ്. ഇതാണ് ഒരു എൻജിൻ ഇവിടെ ഇരിപ്പുണ്ട്. എനിക്ക് തോന്നുന്നത് എയർക്രാഫ്റ്റിൻ്റെ എൻജിനാണെന്ന് തോന്നുന്നു കേട്ടോ. ഇവിടെ എന്തിനാണ് ഈ ഒരു ലിവർ വെച്ചേക്കണമെന്ന് അറിയില്ല. പിന്നെ ഇപ്പുറത്ത് അവിടെ ഒരു കാറിൻ്റെ എൻജിനാണ് ഇരിക്കുന്നത്. 2 ടയർ, റേഡിയേറ്റർ, പിന്നെ ബാക്കി ബാക്കി അതിൻ്റെ സൊനകൾ, ഒരു സ്റ്റിയറിങ്, അതിൻ്റെ ഗിയർ അവിടെ ഇരിപ്പുണ്ട്. എല്ലാ സംവിധാനങ്ങളുണ്ട്. ഇതൊരു കാറിൻ്റെ എൻജിനാണ് നമുക്ക് ഒറ്റ നോട്ടത്തിൽ കണ്ടറിയാം. പക്ഷേ അത് എന്താണെന്ന് അറിയില്ല. ഇപ്പുറത്ത് വരുമ്പോഴത്തേക്ക് ഇവിടെ ഒരു ഓട്ടോ യൂണിയൻ ഒരു വണ്ടി കിടപ്പുണ്ട്. ഇത് എന്ത് സാധനമാണെന്ന് അറിയില്ല. ഒരു ക്ലാസിക് ഒരു വിൻറ്റേജ് കാറാണ്. ഇതൊക്കെ ദുൽഖർ സൽമാൻ കണ്ടത് എപ്പോൾ എടുത്തുകൊണ്ട് പോയെന്ന് നോക്കിയാൽ മതി. ഇത് അടുത്തൊരു മെഴ്സിഡീസ് ബെൻസിൻ്റെ ജി വാഗൺ ആണെന്ന് തോന്നുന്നു. ഇത് ഏത് മോഡലാണെന്നുള്ളത് കൊടുത്തിട്ടില്ല. ഇത് കണ്ടിട്ട് ഒരു ജി വാഗണിൻ്റെ ഒരു ഷേപ്പായിട്ടൊക്കെ തോന്നുന്നുണ്ട്. ഇതിൻ്റെ ബാക്ക് സൈഡ് ഞാൻ കാണിച്ചു തരാം. ഇതാണ് എൻ്റെ പുറകു വശം. ഇവിടെ ക്ലാസിക്കിൻ്റെ അതോടെ രജിസ്റ്റർ ചെയ്തതാണ്. മെഴ്സിഡീസ് ബെൻസിൻ്റെ ലോഗോ കാണാം. ബാക്കിലൊരു സ്റ്റെപ്പിന് ഇരിപ്പുണ്ട്. ടയർ കാണാം. ഇത് ജി വാഗൺ തന്നെയാണ് കേട്ടോ. അതിൻ്റെ മാറ്റമൊന്നുമില്ല. ജി വാഗണിൻ്റെ അന്നത്തെയും ലുക്കിലല്ലേ വ്യത്യാസമൊന്നുമില്ല. പിന്നെ അടുത്തതാ ഈ ഒരു സാധനം. ഇത് www.seva.gov. ഇത് ഇവിടുത്തെ ഗവൺമെൻറ്റിൻ്റെ സർവീസുമായിട്ട് ബന്ധപ്പെട്ട് ഉപയോഗിച്ചുകൊണ്ടിരുന്ന ഏതോ വണ്ടിയാണെന്ന് തോന്നുന്നു. ഇവിടെ അത് തന്നെയാണ് കൊടുത്തേക്കുന്നത്. എനിക്ക് തോന്നുന്നത് എന്തോ മിലിറ്ററിയോ അല്ലെങ്കിൽ ഇവിടുത്തെ ഗവൺമെൻറ് പർപ്പസിന് വേണ്ടി യൂസ് ചെയ്തുകൊണ്ടിരുന്ന ഏതോ ഒരു വിൻറ്റേജ് ട്രക്കാണ് ഈ കാണുന്നത്. പിന്നെ ഈ കാണുന്നത് എന്താണെന്ന് അറിയാമോ? ഈ കാണുന്നത് എന്താണെന്ന് നിങ്ങൾക്ക് അറിയാവില്ല. ഇതാണ് ഗൈസ് സൈക്കിൾ. ഇതിൽ എങ്ങനെ ഇരുന്ന് ചവിട്ടുന്നു എന്നുള്ളത് എനിക്കറിയില്ല. ഇതാണ് അതിൻ്റെ സീറ്റ്. അവൻ താഴെ വീണ് ചാവാതിരുന്ന അവൻ്റെ രക്ഷ. അപ്പോൾ എങ്ങനെ ഇരുന്ന് കുനിഞ്ഞിന് ചവിട്ടുമെന്ന് അറിയാം. ഇതിൻ്റെ ഹാൻഡിൽ ഇവിടെയാണ് ഇരിക്കുന്നത്. ഇതാണ് ഹാൻഡിൽ. സീറ്റ് അവിടെ, ഒരു ടയർ താഴെ, പെഡൽ ഇവിടെയാണ് ഇരിക്കുന്നത്. ഫ്രണ്ടിലത്തെ വീല് ഇത്രയും വലുതാണ്. പിന്നെ അതേപോലത്തെ വേറൊരു സൈക്കിൾ. ഇത് കുറച്ചുകൂടെയൊക്കെ ഇതിൻ്റെ റിമ്മ് ചെറുതാണ് കേട്ടോ. ഇത് ആരും ചവിട്ടി അത് ഉരുട്ടിക്കൊണ്ട് വന്നിരിക്കും. ഇത് ഇരുമ്പാണ്. ഇത് പ്ലാസ്റ്റിക് അല്ല കേട്ടോ, റബ്ബറാണെന്ന് തോന്നുന്നു. നമ്മുടെ ടയർ നമ്മുടെ കാറ്റ് നിറയ്ക്കുന്ന ടൈപ്പല്ല. ഇതൊരു പൈപ്പ് പോലത്തെ ഒരു മെറ്റീരിയലാണ്. അടുത്ത ടയറാണ് ഈ കാണുന്നത്, അടുത്ത സൈക്കിൾ. ഇത് ഏതാണ്ട് വ്യത്യാസം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ടയർ കുറച്ചുകൂടെ സ്ലിം, ഇതിൻ്റെ ടയർ കുറച്ചുകൂടെ വലുതാണ്. പിന്നെ കുറച്ചുകൂടെ സീറ്റ് കുറച്ചുകൂടെ താഴോട്ടായി, ഒരു ഹാൻഡിൽ കുറച്ചുകൂടെ പൊങ്ങിയ ടൈപ്പാണ് ഈ കാണുന്ന സൈക്കിൾ. പിന്നെ ഇത് കുട്ടിയേക്കുള്ള സൈക്കിളാണെന്ന് എനിക്കറിയില്ല. ചെറിയ തടിയിൽ ഉണ്ടായ കുഞ്ഞൊരു സൈക്കിൾ. ഇത് അതിനെക്കാട്ടി കുറച്ചുകൂടെ ചെറുതാണ്. പിന്നെ കുറച്ചുകൂടെ ബുദ്ധി വെച്ചപ്പോഴത്തേക്ക് ഇതാ 3 ടയറൊക്കെ വെച്ചു. എനിക്ക് പറഞ്ഞത് ഇതിൽ ചട്ടി മുഖമട്ടോ അല്ലെ കലങ്ങി വീണ് കാണും. അപ്പോഴത്തേക്ക് ഇതിലോട്ട് പോയി. പിന്നെ ബുദ്ധി വന്നിട്ട് ഇതിലോട്ട് ചാടി. അപ്പം വീണ് നടുവടിയുണ്ടെന്ന് വെച്ചിട്ട് 3 ടയറുള്ള സൈക്കിൾ സെറ്റ് ചെയ്തു. ഇതൊക്കെ വെച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞപ്പോൾ കുറച്ചും കൂടി ബാക്ക് ടയർ വലുതാക്കി ഈ ഒരു മോഡൽ ഇറക്കി കാണും. പിന്നെ ടയറുകളാണ് ഈ ഇരിക്കുന്നത്, ടയറുകളാണ്. ഓരോ കാലഘട്ടത്തിലെയും ടയർ. ഇത് റിമ്മ് തടിയിൽ തീർത്തത്. പിന്നെ അടുത്ത ടയർ. പിന്നെ ടയറുകളിങ്ങനെ രൂപം മാറി കാലം മാറുന്നതോറും ടയറിൻ്റെ രൂപവും മാറി ഈ ഒരു രീതിയിലെത്തി. ഇത് നമ്മളിപ്പം കണ്ടുവരുന്ന റിമ്മാണ്. അപ്പോൾ ഇതാണെങ്കിൽ പഴയ കാലത്തെ പെട്രോൾ പമ്പാണ് ഈ കാണുന്നത്. എന്താ പമ്പ്, നമ്മൾ പെട്രോൾ അടിക്കുന്ന സാധനം. ഇതെടുക്കുക, നോസ് എടുക്കുക, പെട്രോൾ അടിക്കുക. ഇവിടെ റീഡിങ് കാണിക്കും. ഇതാണ് പഴയ കാലത്തെ പെട്രോൾ പമ്പിൻ്റെ. ഇതെനിക്ക് കൈ കൊണ്ട് കറക്കിയാണ് ആ പെട്രോൾ എടുക്കുന്നതെന്ന് എനിക്കറിയില്ല. ഇത് പഴയ കാലത്തൊരു
പെട്രോൾ പമ്പാണ് ഈ കാണുന്നത്. അപ്പോൾ ഇതും ഒരു പഴയകാല പെട്രോൾ പമ്പിൻ്റെ വിൻറ്റേജ് പെട്രോൾ പമ്പിൻ്റെ സംഭവമാണ് ഇവിടെ കാണുന്നത്. അപ്പോൾ ഇവിടെ BP എന്ന് എഴുതിയിട്ടുണ്ട് ഇവിടെ ആയിട്ട്. അപ്പോൾ ഇതും പഴയതാണല്ലോ. ഈ കാണുന്നത് 1918 ഫോർഡ് വണ്ടിയിലാണ് ഈ കാണുന്നത്. ഫോർഡിൻ്റെ മോഡൽ T മോഡിഫൈഡ് എന്ന് അങ്ങനെയാണ് കൊടുത്തേക്കുന്നത്. മോഡിഫൈഡ് എന്നാണ് കൊടുത്തേക്കുന്നത്. 1918 US മെയ്ഡാണ്. ഇത് ഫോർഡിൻ്റെ വേറൊരു വണ്ടി. ഇതൊക്കെയാണ് നമ്മൾ കാണുന്നത്. ഇതൊക്കെയാണ് യഥാർത്ഥ വിൻറ്റേജ് കാറെന്ന് പറയുന്നത് അല്ലേ. ഇവിടെ ഫോർഡൊന്നും എടുത്തിട്ടുണ്ട്, പക്ഷേ ഇവിടെ ഫോർഡിൻ്റെ പഴയ ഒരു ലോഗോ കൊടുത്തിട്ടുണ്ട്. പിന്നെ അതുപോലെ ഇത് കണ്ട കംപ്ലീറ്റ് മറ്റേ നേരത്തെ ക്രോം ആണെങ്കിൽ ഇത് കംപ്ലീറ്റ് ഗോൾഡിൻ്റെ ഒരു ഇതാണ് ലൈറ്റ്. എനിക്ക് തോന്നുന്നത് അവിടെ ബൾബൊന്നുമല്ല എന്നാണ്. അവിടെ എനിക്ക് പണ്ടൊക്കെ കണ്ടിട്ടുണ്ട് ലൈറ്റ് മറ്റേ തീ കത്തിച്ചിട്ട് വെക്കുന്ന ടൈപ്പാണ് തോന്നുന്നത്. ഇത് ലോഗോയാണ്. ഇവിടെ എന്തോ ലോഗോ മിസ്സിങ് ആണ്. ഇവിടെ ഫോർഡെന്ന് എഴുതിയിട്ടുണ്ട്. ഫോർഡിൻ്റെ ഇന്നത്തെ ലോഗോയൊക്കെ സെയിമാണ്. ഇതാണ് പിടിച്ച് കറക്കിയാണ് നമ്മൾ വണ്ടി സ്റ്റാർട്ട് ചെയ്യുന്നത്. പിന്നെ അടുത്തത് 1920 1917 മോഡൽ T ഫോർഡ് മോഡൽ T സ്പെഷ്യൽ എന്ന് പറയുന്ന വണ്ടിയാണ് ഈ കാണുന്നത്. ഇതാണോ ഇനി ഇതാണോ എന്നറിയില്ല. ഇത് വേറൊരു മോഡൽ കേട്ടോ. ഇതിൻ്റെ ഷേപ്പ് വയ്ക്കണം. ഇതിങ്ങനെ ഒരു ചിറക് വിരിച്ച കണക്ക്. ടയറിൻ്റെയൊക്കെ വീതി ഉണ്ട്. നമ്മുടെ ബൈക്കിൻ്റെയൊക്കെ ടയറിൻ്റെ അത്ര വീതിയേ ഉള്ളൂ. ഇതും അങ്ങനെയാണ്. നമ്മളിവിടെയാണ് എൻജിൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇതിനകത്തൊക്കെ നമുക്ക് ഇതിനും 2 പേർക്കിരിക്കാം, അതിനകത്തൊരു 4 പേർക്കിരിക്കാം. പക്ഷേ ഇതിൻ്റെ പിറകിൽ ട്രക്ക് പോലെയാണ്, നമുക്ക് സാധനങ്ങൾ കൊണ്ടുപോകും. ട്രക്കാണ് ഇതും. അങ്ങനെയാണ് അല്ല, അതിന് ബാക്കിലൊരു ടാങ്ക് മാത്രമേ ഉള്ളൂ. ഈ കാണുന്നത് 1916 15 കാലഘട്ടത്തിലെ US മെയ്ഡായിട്ടുള്ള ഡോഡ്ജ് ബ്രദർ മോഡൽ 3035 ടൂറിംഗ് എന്ന് പറഞ്ഞ വണ്ടിയാണ് ഈ കാണുന്നത്. ഇതൊരു 2 3 ഒരു 5 പേർക്കൊക്കെ ഇരുന്ന് പോകാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു നമുക്കാണെങ്കിൽ അന്നത്തെ കാലത്ത് ഈ ഒരു വാഹനങ്ങളൊക്കെ വെച്ച് നോക്കുമ്പോൾ കുറച്ചുകൂടെ ലക്ഷറി എന്ന് വേണമെങ്കിൽ പറയാം. കുറച്ചുകൂടെ സ്പേഷ്യസ് ആയിട്ടുള്ളൊരു കാറാണിത്. പക്ഷേ സ്റ്റാർട്ട് ചെയ്യുന്നതും എല്ലാം ഈ ഒരു സ്റ്റൈലിൽ തന്നെയാണ്. പിന്നെ ഇതിൽ ഞാൻ മനസ്സിലാക്കിയൊരു കാര്യം എന്ന് വെച്ചാൽ 1915-16 കാലഘട്ടത്തിൽ ഈ വണ്ടിയുടെ ഈ ഷോക്ക് ഓബ്സർ അല്ലല്ലോ, മറ്റേ ഈ സാധനമല്ലേ നമ്മുടെ ഈ പ്ലേറ്റ്, അത് ഈ ഒരു ടൈപ്പാണ്. പക്ഷേ ഇവിടെ വരുമ്പോഴത്തേക്ക് ആ പ്ലേറ്റ് ഇങ്ങനെ ഇട്ടേക്കുന്നത്, ക്രോസ് ചെയ്ത് ഇങ്ങനെയാണ് ഇട്ടേക്കുന്നത്. പക്ഷേ ഇവിടെയും അങ്ങനെ തന്നെ ക്രോസ് ചെയ്തിട്ടേക്കുന്നത്. അത് സാധാരണ ഇങ്ങനെയല്ല, ഫ്രണ്ടിൽ നിന്ന് ഇങ്ങനെ ക്രോസ് ചെയ്തിട്ടേക്കുന്ന ആ മോഡലിലും അതിനങ്ങനെ 1918 മോഡലായാലും പിന്നെ 1917-20 മോഡലിലായാലും അങ്ങനെയാണ്. ഈ മോഡലിലും അങ്ങനെയാണ്. പക്ഷേ ഇവിടെ വരുമ്പോഴത്തേക്ക് 1915-16 കാലഘട്ടത്തിൽ ഈ വണ്ടിയുടെ പ്ലേറ്റ് ഇട്ടേക്കുന്നത്, ഇതിൻ്റെ പ്ലേറ്റ് എന്നല്ലേ പറയുന്നത്, ഇത് ഇങ്ങനെയാണ് നമ്മളിപ്പോഴത്തേക്ക് വണ്ടി പോലെ. അപ്പോൾ എനിക്ക് പറഞ്ഞാൽ കുറച്ചുകൂടെയൊക്കെ ലക്ഷറി ആയിട്ടുള്ള വണ്ടിയായിരിക്കാം ഇത് അന്നത്തെ കാലത്ത്. അതിന് വൈപ്പറുണ്ട്, നമ്മളിപ്പോൾ സൺറൂഫുണ്ട്, പവർ വിൻഡോ ഉണ്ടെന്നൊക്കെ പറഞ്ഞെങ്കിൽ ഇതിന് വൈപ്പറുണ്ട്. ഇതിനൊന്നും വൈപ്പറില്ല. ഇതിന് ലൈറ്റ് ബൾബാണ് അല്ലേ, ഇങ്ങനെയുണ്ട്. പക്ഷേ അതിനകത്ത് നമുക്ക് സാധാ നോർമലാണ്. ഇതിൽ ലൈറ്റില്ല, അതിനൊക്കെ സാധാ ഇതാണ്. പിന്നെ അടുത്തതായി കാണുന്നത് ഈ വണ്ടിയുടെ എൻജിനായിരിക്കാം, ഒരുപക്ഷെ ചേസും എൻജിനായിരിക്കും എടുത്തിട്ട് ചെയ്യണം. അത് ഈ മോഡൽ വണ്ടികളെയൊക്കെ ചേസ് എൻജിൻ, അതിൻ്റെ റിമ്മാണ് ഈ കാണുന്നത്. ഇത് അതിൻ്റെ ചേസ്, ആ ബോഡിയുടെ ഇത് വരുന്ന ടൈപ്പാണ്. ഇതാണ് എൻ്റെ ചേസ്. ഇത് എൻജിനാണ് ഈ കാണുന്നത്. സ്റ്റിയറിങ്, ഫ്യൂൽ ടാങ്ക്, ഷോക്ക് ഓബ്സർ. അപ്പോൾ വിൻറ്റേജ് കാറിൻ്റെ ലോകത്തിൽ നിന്നും നമുക്ക് വിട വാങ്ങാം ഗൈസ്. അപ്പോൾ നമ്മുടെ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. അപ്പം ഒരു 100ഓളം വാഹനങ്ങളുടെ ഇടയിൽ നിന്നാണ് ഞാൻ ഇന്നത്തെ വീഡിയോ ഒത്തിരി ലെങ്ത് കൂടുതലായിരിക്കും. അപ്പോൾ ഇവിടെ വരുന്ന ലൊക്കേഷൻ ഷാർജ, നമ്മളെ ഇൻ്റർനാഷണൽ എയർപോർട്ട് തൊട്ടടുത്താണ്. ഷാർജ വിൻറ്റേജ് മ്യൂസിയം എന്നും പറഞ്ഞ് നമ്മൾ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ലൊക്കേഷൻ കിട്ടും ഗൂഗിൾ മാപ്പിൽ. അപ്പം വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. കാര്യം വീഡിയോ കുറച്ച് ലെങ്തിയാണ്. നമ്മളിപ്പം അത് നമ്മൾ തുടങ്ങിയ ആ ഭാഗത്ത് തന്നെ തിരിച്ചെത്തിയിട്ടുണ്ട്. അപ്പോൾ എന്തായാലും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തൊരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയ വെറൈറ്റി വീഡിയോകളായിട്ട് ഞാൻ വരുന്നതായിരിക്കും. അപ്പോൾ എന്തായാലും പുതിയ വീഡിയോ നമ്മൾ കണ്ടുമുട്ടാം. അതുവരെ എല്ലാവർക്കും ബൈ ബൈ.